ഇന്ന് നമ്മുടെ കേരളത്തിൽ പൊറോട്ട എന്ന് പറയുന്ന ഒരു ആഹാരം കഴിക്കാത്തവരായിട്ട് ആരുമില്ല. ഇന്ന് പൊറോട്ട എന്ന് പറയുന്നത് തന്നെ കേരളത്തിൻ്റെ ഒരു ദേശീയ ഭക്ഷണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കഴിക്കുന്നതിൻ്റെ ഒപ്പം കുറേ പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? നല്ലതാണോ പൊറോട്ട എന്നുള്ളത്? ആണെങ്കിൽ തന്നെ അത് എങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം? പൊറോട്ട മലയാളിക്കൊരു വികാരമാണ് ശരിക്കും പറയുന്നത്. അത് കഴിക്കരുതെന്ന് പറഞ്ഞാലും കഴിക്കാണ്ടിരിക്കില്ല. പക്ഷേ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് കഴിച്ചോളൂ എന്ന് പറയാനുള്ള സപ്പോർട്ടീവായിട്ടൊന്നുമില്ല. പക്ഷേ ചിലപ്പം ചിലർ ഇപ്പോൾ നന്നായിട്ട് അധ്വാനം ഉള്ള ആൾക്കാർ പെട്ടെന്ന് വിശക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷസൊക്കെ ആയിരിക്കും എടുക്കുക. അപ്പോൾ പെട്ടെന്ന് വയറ്റി കിടന്നോളും. ആ ഒരു കൺസെപ്റ്റാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ അത് ചെറിയ പ്രായത്തിൽ ചിലപ്പം ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്തത് ദഹനമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടാക്കുന്നുണ്ട്. പക്ഷേ റിപ്പീറ്റഡ് യൂസ്, ഇപ്പോൾ വല്ലപ്പോഴും ഒരു കൊതിക്കെടുത്തു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പം വലിയ ദോഷമില്ല എന്ന് നമുക്ക് വിചാരിക്കുന്നു. പക്ഷേ ഇത് മൈദയും ബാക്കിയുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസിലൊക്കെ കൊഴുപ്പിൻ്റെ അംശം നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ ദഹിക്കാൻ സമയമെടുക്കുന്നു എന്നുള്ളത് അതാണ് അതിൻ്റെ പ്ലസ് പോയിന്റ് ആയിട്ടും മൈനസ് പോയിന്റ് ആയിട്ടും പറയുന്നത്. പല ന്യൂട്രീഷണലി ജങ്ക് ഫുഡ് കാറ്റഗറി വരുന്ന ഒരു സാധനമാണിത്. കാരണം എനർജി മാത്രമേ കൂടുതലുള്ളൂ. ഒരു ന്യൂട്രിയൻസ്, മറ്റ് ന്യൂട്രിയൻസോ പ്രോട്ടീനോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. കൊഴുപ്പിൻ്റെ അംശവും ഒക്കെ കൂടുതലല്ല. അപ്പം വയറിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലുള്ളവർ, ഗ്യാസിൻ്റെ പ്രശ്നം, പുളിച്ചതായിട്ടിൽ ദഹന, കുടലിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഇങ്ങനെയൊക്കെ ഉള്ളവർ അത് കഴിവതും ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പം ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പലരും ചെയ്യുന്നതാണ് വീറ്റ് പൊറോട്ട അല്ലെങ്കിൽ റാഗി വെച്ചിട്ടുള്ള പൊറോട്ട. ഇതൊക്കെ സോഫ്റ്റ് ആകണമെങ്കിൽ അത്രയും നെയ്യോ അല്ലെങ്കിൽ ഡാൽഡയോ ഒക്കെ ചെന്നാലാണ് അതിൻ്റെ ആകുള്ളൂ. അപ്പോൾ അതൊരു ഹെൽത്തി എന്ന രീതിയിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ വല്ലപ്പോഴും ഒരു ചേഞ്ചിന് ഒന്ന് കഴിക്കാൻ തോന്നി 1-2 എണ്ണം കഴിച്ചു വിത്ത് നോർമൽ പാറ്റേൺ ഉള്ള സൈഡ് ഡിഷസിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ദോഷമില്ല. പക്ഷേ ഈ പറഞ്ഞ സിംറ്റംസ് ഉള്ള ആൾക്കാർ അത് ഒഴിവാക്കുക തന്നെയാണ് നല്ലത്, ദഹന പ്രശ്നങ്ങളുള്ളവർ. അല്ലാതെ അതൊരു റൊട്ടീൻ ആയിട്ട് എടുക്കുന്നതിനോടൊട്ടും തന്നെ സപ്പോർട്ടീവ് അല്ല.